ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം മിലാനിൽ പോയപ്പോൾ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന വഴിക്ക് ഞാനൊരു മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടി മേക്കപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ് ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഒരു മേക്കപ്പും ഇല്ല. ഞാൻ ഓൾറെഡി എൻ്റെ ഫേസ് മോയ്സ്ചറൈസ് ചെയ്തിരുന്നു. അപ്പോൾ ആദ്യം കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുത്തായിരുന്നു. ബ്ലഷ് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് വന്നതിന് ശേഷം എന്ത് ചെയ്യണം, കയ്യിൽ കിട്ടിയതൊക്കെ വെച്ചാണ് അങ്ങ് ചെയ്തത്. അപ്പോൾ ഒരു വൈറ്റ് കാജൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓക്കെ, ബ്ലാക്ക് വേണ്ട, വൈറ്റ് ഉപയോഗിച്ച് ഞാൻ മുന്നേ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് എല്ലാത്തിലും ഒരേ ലുക്ക് വേണ്ട എന്ന് വിചാരിച്ചിട്ട് വൈറ്റ് കാജലെടുത്ത് വരച്ചു. നമ്മുടെ ട്രെയിനിൽ അത്യാവശ്യം കുലുക്കമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അത് വെച്ച് നല്ലൊരു കൊത്തും കിട്ടി. പിന്നെ കുറേ നേരം എടുത്തു കണ്ണൊന്ന് സെറ്റാവാനായിട്ട്. കണ്ണിന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ കയ്യിൽ അടുത്ത് കിട്ടിയത് ഒരു ലിപ്പ് ലൈനറായിരുന്നേ. അതുകൊണ്ട് നല്ലപോലെ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തു. ഞാൻ ആക്ച്വലി ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു ലിപ് ടിൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇത്ര ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെയായിരുന്നെങ്കിൽ എനിക്ക് ആക്ച്വലി എൻ്റെ പുറത്തുള്ളൊരു ഗ്ലോസ് മാത്രം ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ വിചാരിച്ചു ഓക്കെ, ലോങ് ലാസ്റ്റിംഗ് അല്ലായിരിക്കും, ഇതിപ്പോൾ ഉറങ്ങിയത് കൊണ്ടാണ് കിടന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൻ്റെ പുറത്ത് കൂടെ വേറൊരു ലിപ്സ്റ്റിക് കൂടെ ഇട്ടു ഗൈസ്. അപ്പോഴേക്കും നല്ലപോലെ ചളമായിരുന്നു. അത് ആ ഷെയ്ഡ് ഓൾറെഡി ഒരു ലിപ് ടിൻ്റ് ഉണ്ടായിരുന്നല്ലോ. പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു ബ്രൗൺ ലിപ്പ് ലൈനറാണ് ചെയ്തത്. അപ്പോൾ ആക്ച്വലി ദാറ്റ് വാസ് ലുക്കിംഗ് ഗുഡ്. പക്ഷേ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇത് ലോങ് ലാസ്റ്റ് ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് ഇട്ടത്. ഈ ലിപ്സ്റ്റിക്കിനെ കണ്ടിട്ട് നിങ്ങൾ ആരും പേടിക്കണ്ട. അതിൻ്റെ അടപ്പ് എൻ്റെ മുകളിലെ കുറുമ്പ് കാരണം ആ അടപ്പ് ഊരിപ്പോയതാണ് ഗൈസ്. അങ്ങനെ ഇട്ടു. പിന്നെ ഞാൻ ഇട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഈ ലിപ്സ്റ്റിക്ക് വർക്കാവില്ല എന്ന് തോന്നി. കാരണം എനിക്ക് എന്തോ ഒട്ടും ചേരാത്ത പോലെ തോന്നി. പിന്നെ അത് മൈൻഡ് ചെയ്യാതെ ഞാൻ വിചാരിച്ചു ഓക്കെ, ലാസ്റ്റ് ലുക്ക് നോക്കാം. ലാസ്റ്റ് ലുക്ക് ഓക്കെ ആണെങ്കിൽ ഈ ലിപ്സ്റ്റിക്ക് തന്നെ ഓക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അപ്പോഴേക്കും മീൻവൈൽ ഐബ്രോസ് ചെയ്തു. ഓൾറെഡി ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിരുന്നത് കൊണ്ട് തന്നെ വലുതായിട്ട് അങ്ങനെ ഫില്ലിങ്ങിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായില്ല. പിന്നെ മസ്കാര ഇട്ടു. മസ്കാര എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം എനിക്കെന്തോ ആ ലിപ്സ്റ്റിക്ക് അത്ര അങ്ങോട്ട് സെറ്റായില്ല എന്ന് തോന്നി. കോഫി വാങ്ങാൻ പോയ ആളുകൾ തിരിച്ചെത്തി. അപ്പോൾ പിന്നെ ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് ഒന്ന് ഉഷാറായിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് ആക്ച്വലി ഒരു കഫേയാണ് കേട്ടോ. ഇറ്റലിയിൽ നമ്മൾ കോഫി കുടിക്കുന്ന പോലെ ഇവിടെ ഇറ്റാലിയൻസ് കുടിക്കുന്ന ഒരു സാധനമാണ് ഈ കഫേ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി നമ്മളെപ്പോലെ ഒരു വലിയ ഗ്ലാസ്സിൽ ഫുള്ള് കുടിക്കുന്ന സാധനമൊന്നുമില്ല. ചെറിയൊരു കപ്പിൽ, കുഞ്ഞ് കപ്പിൽ കുടിക്കുന്ന സാധനമാണ് കേട്ടോ ഇത്. അപ്പോൾ ആ കഫേ കിട്ടി. രാവിലെ തന്നെ ഒരു കഫേ നമ്മുടെ നാട്ടിൽ ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന പോലത്തെ ഒരു എനർജിയാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഫൗണ്ടേഷനോ കൺസീലറോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ആദ്യം സ്റ്റാർട്ടിങ് തന്നെ കണ്ടല്ലോ, ഓൾറെഡി മോയ്സ്ചറൈസ് ചെയ്തത് കൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് ബ്ലഷാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ എൻ്റെ സ്കിന്ന് ഇച്ചിരി ഓയിലിയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഈ ബ്ലഷ് എല്ലാം ഇട്ടതിന് ശേഷമാണ് പൗഡർ ഇടുന്നത്. അങ്ങനെ ഇടാനൊരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ ഈ പൗഡർ എല്ലാം ഇട്ടതിന് ശേഷം ഈ ലിക്വിഡ് ബ്ലഷ് അപ്ലൈ ചെയ്തിട്ട് കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഒരു ഫിനിഷ് കിട്ടാത്തതുപോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഞാൻ അങ്ങനെ വേറെ ഫൗണ്ടേഷനോ കൺസീലറോ ഒന്നും ചെയ്യാത്ത സമയം നല്ലപോലെ സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്തിട്ട് ഡയറക്റ്റ് ബ്ലഷ് അപ്ലൈ ചെയ്യും. കാരണം ലിക്വിഡ് ബ്ലഷ് ആണല്ലോ. അതല്ല നിങ്ങളുടെ കയ്യിൽ പൗഡർ ബ്ലഷ് ആണെങ്കിൽ ആദ്യം പൗഡർ ഇട്ടിട്ട് ഇടാം, അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് നോസ് കോണ്ടോർ ചെയ്തു. അതേപോലെ തന്നെ ഹൈലൈറ്റും ചെയ്തു. പിന്നെ എനിക്ക് കണ്ണാടി നോക്കിയപ്പോൾ വീണ്ടും ആ ലിപ്സ്റ്റിക്ക് അയ്യോ ശരിയായില്ല എന്ന് തോന്നി. അപ്പം ഞാനതൊക്കെ എല്ലാം മായ്ച്ച് കളഞ്ഞു. അപ്പം മായ്ക്കാൻ എടുത്തപ്പോഴാണ് തിരിച്ചറിഞ്ഞത് ഞാൻ എല്ലാം എടുത്തു, പക്ഷെ മേക്കപ്പ് റിമൂവർ എടുത്തില്ല. അതുകൊണ്ടൊരു ടിഷ്യൂവിലാണ് തുടച്ച് കളഞ്ഞത്. പിന്നെ വണ്ടിക്ക് നല്ല കുലുക്കമുണ്ടായിരുന്നുകൊണ്ട് തന്നെ എൻ്റെ ലിപ്പ് ലൈനറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോകുന്നുണ്ട്. അത് എങ്ങനെയോ കഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ആക്ച്വലി ഞാൻ ഈ ലിപ്പ് ലൈൻ ചെയ്തത്. എനിക്ക് ഈ ലിപ്പ് ലൈനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
അതുകൊണ്ട് കുറേ കഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ എന്താ, ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ഏറ്റവും കംഫർട്ട് സോണിലുള്ളൊരു ലിപ്സ്റ്റിക്കാണ് ഞാൻ എടുത്തത്. ലിപ്സ്റ്റിക്ക് ആക്ച്വലി ഭയങ്കര ഗുഡാണ്. മെബിലിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഞാൻ നാട്ടിൽ വന്നപ്പോൾ പർച്ചേസ് ചെയ്ത സാധനമായിരുന്നു. ഈ ഷെയ്ഡ് നമ്പർ 101 ആണെന്നാണ് തോന്നുന്നത്. 101 ഓർ 107 ഓർ 8 അങ്ങനെ എന്നുമാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. ഇത് ആക്ച്വലി എൻ്റെ ഒരു കംഫർട്ട് സോണിലുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. നിങ്ങൾ ഡെയിലി ബേസിസിൽ കോളേജ് ഗോയിങ്, ഓഫീസ് ഗോയിങ് അങ്ങനെ പോകുന്നവർക്ക് പറ്റിയൊരു ഷെയ്ഡാണ്. പിന്നെ എൻ്റെ സ്കിൻ ടോണിനും നല്ല പോലെ മാച്ച് ആവുന്നത് തോന്നിയിട്ട് ഇപ്പം എന്ത് തോന്നുന്നു, ആദ്യത്തെ ഷെയ്ഡിനേക്കാൾ ഇതല്ലേ കുറച്ചുകൂടെ കംഫർട്ടബിൾ, സൂപ്പറായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇത്രയും പോരെ അല്ലേ, മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ബൈ ബൈ, ലവ് യു.